മാഡം ഉണർന്നു. ഹലോ മാഡം. സർ, ഋഷിയുടെ മിസ്സിങ്ങിനെ കുറിച്ചുള്ള അന്വേഷണം എന്തായി? ആ, നടക്കുന്നുണ്ട് മാഡം. അയാൾ സ്റ്റേറ്റ് വിട്ടു പോയിട്ടുണ്ടെന്നാണ് എന്റെ നിഗമനം. എന്ത് ബേസ് വെച്ചിട്ടാ സാറിന്റെ നിഗമനം? അന്വേഷണത്തിന്റെ നിലവിലെ അവസ്ഥ എന്താ? ആദ്യത്തെ ഒരു ദിവസം എന്നോട് കാര്യങ്ങൾ അറിയിച്ചതല്ലാതെ പിന്നീട് എന്നെ ബന്ധപ്പെട്ടിട്ടേയില്ല. അപ്ഡേറ്റ്സ് ഒന്നും തരാറില്ല. അന്വേഷണമൊക്കെ സജീവമാണ് മാഡം. വളരെ എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു ടീമിനെയാണ് ഞാൻ ഇതിനുവേണ്ടി നിയോഗിച്ചിട്ടുള്ളത്. അങ്ങനെ സജീവമാണെങ്കിൽ ആ ഋഷിയുടെ അമ്മ കരഞ്ഞുകൊണ്ട് എന്റെ അടുക്കലേക്ക് വരേണ്ടി വരുമായിരുന്നോ? എന്താ മാഡം? അരുന്ധതി മാഡം എന്നെ കാണാൻ വന്നിരുന്നു. നിങ്ങളുടെ ഭാഗത്തുനിന്നും അനുകൂല പ്രതികരണം ഉണ്ടായിട്ടില്ലെന്നും പറഞ്ഞു. മാഡം, ഞാൻ പറഞ്ഞില്ലേ, ആ ഋഷി ഒരു ക്രിമിനലാണ്. മാഡത്തിന്റെ വീട്ടുകാരോട് തന്നെ അവൻ എന്തൊക്കെയാ കാണിച്ചതെന്നുള്ളത് അറിയില്ലേ? എന്റെ വീട്ടുകാരോട് കാണിച്ചതും ഇതും തമ്മിൽ കൂട്ടിക്കുഴയ്ക്കണ്ട. ഞാനൊന്ന് ചോദിക്കട്ടെ, ഇതിൽ ബാഹ്യ ഇടപെടലുകൾ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? എന്താ മാഡം പറയുന്നത്? അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല. എത്രയും പെട്ടെന്ന് അന്വേഷിച്ച് ഋഷിയെ കണ്ടുപിടിച്ചില്ലെങ്കിൽ ഈ വിഷയം ഞാൻ നിയമസഭയിൽ എത്തിക്കും. മോളെ, നീ വന്നേ. ആ സാർ, ഞാൻ സിദ്ധാർത്ഥൻ ചന്ദ്രോത്ത. പറയണം സാർ. എന്താ സാർ ഈ വിഷയത്തിൽ താങ്കൾ തണുത്ത നിലപാട് സ്വീകരിക്കുന്നത്? അന്ന് വീട്ടിൽ വന്നപ്പോൾ ഋഷി എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കുമെന്ന് പറഞ്ഞാണല്ലോ. ദേവിക പറയുന്നത് പോലെ പുറത്തുനിന്ന് എന്തെങ്കിലും പ്രഷറുണ്ടോ? സാറിന് എന്നെ അറിയില്ലേ? അങ്ങനെ ആർക്കെങ്കിലും എന്നെ സ്വാധീനിക്കാൻ കഴിയുമെന്ന് സാറിന് തോന്നുന്നുണ്ടോ? ഇല്ല, അതാണ് എനിക്ക് സംശയം. കാര്യങ്ങൾ വളരെ കൃത്യതയോടെ ചെയ്യുന്ന ആളാണല്ലോ താങ്കൾ. പക്ഷേ ഈ കേസിൽ താങ്കളുടെ ഭാഗത്തുനിന്ന് കാര്യങ്ങൾ അത്ര ഊർജ്ജസ്വലമായി കാണുന്നില്ല. സർ, ഋഷി സ്റ്റേറ്റ് വിട്ടതായിട്ടാണ് ഞങ്ങളുടെ അന്വേഷണത്തിൽ മനസ്സിലാവുന്നത്. ഏതായാലും അന്വേഷണം അന്യസംസ്ഥാനങ്ങളിലേക്ക് വ്യാപിപ്പിക്കുന്നുണ്ട്. എത്രയും പെട്ടെന്ന് ആ പയ്യനെ കണ്ടെത്തണം ഗുരുവിള. ആ, ഓക്കെ സർ. എത്രയും പെട്ടെന്ന് ഋഷിയെ കണ്ടെത്താൻ കഴിയുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ശരി, നമുക്ക് കാണാം. ആ, ഓക്കെ സർ. അയാള് അത്രയ്ക്ക് എഫിഷ്യന്റ് അല്ലാന്ന് തോന്നുന്നു. ഏയ്, അങ്ങനെയൊന്നും ഉണ്ടാവില്ല മോളെ. അന്വേഷിച്ച ഏത് കേസുകളും കൃത്യമായി തെളിയിച്ച ആളാ ഗുരുവിള. കേസ് ഫ്രെയിം ചെയ്യുന്ന തന്നെ പ്രത്യേക രീതിയിലാണ്. പിന്നെന്താച്ചാ ഈ കേസിൽ ഇങ്ങനെ? അരുന്ധതി മാഡം പറഞ്ഞതുപോലെ ആരുടെങ്കിലും സ്വാധീനം ഇതിലുണ്ടോ? ഏയ്, അങ്ങനെ ഒന്നിലും വഴയും കൊടുക്കുന്ന ആളല്ല. പണം കൊണ്ട് പ്രലോഭിപ്പിക്കാൻ ശ്രമിച്ചൊരു MLA തന്നെ നാണം കെടുത്തിയ ചരിത്രമുണ്ട് ഗുരുവിളയ്ക്ക്. നമുക്ക് നോക്കാം.